ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ശ്രീജുവിൻ്റെ വീട്ടിൽ കരോളാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പറേഷനിലാണ്. നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ രണ്ടുമൂന്ന് പുതിയ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നേ ഉള്ളൂ. അതിനെ റേറ്റിംഗ് ചെയ്യാനും കൂടെ പോവുകയാണ്. നമ്മുടെ ശ്രീജു നയിക്കുകയാണ്. ശ്രീജു, എന്താണ് നമ്മുടെ ഈ മിഷനോട് നിനക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്, വീട് നമ്മൾ ഉത്സവപ്പറമ്പാക്കാൻ പോകുന്നു. അതാണ് ഗൈസ്, നമ്മൾ ഉത്സവ പറമ്പാക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഉത്സവ 1 2 4 ലൈറ്റ്. ഇതാണ് ഗൈസ് നമ്മുടെ ശ്രീജുവിന്റെ വീട്ടിലെ പട്ടി. അതിന്റെ പേരാണ് ഗൈസ് ടോമി. ടോമിയാണ് നമ്മളെ കാവലാൾ, മനസ്സിലായോ? നമുക്കെന്ന് വെച്ചാൽ ഇതിലും ഒരു ലൈറ്റ് ഇടണം, ഇതിലും ഒരു ലൈറ്റ് ഇടണം. പക്ഷെ 1/2 ഇഞ്ച് ഉള്ള വയറും ഉണ്ട്. നമ്മൾ ഇതിൽ ഫുൾ ഇടുകയും ചെയ്യണം. നമ്മൾ എത്തിക്കണം. നമ്മൾ ആദ്യം ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൾഡർ കണ്ടില്ലേ, ഈ ഫോൾഡർ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇത് ഓണാണോ? ഇല്ലല്ലേ, ഓണല്ലടാ. ഞാൻ ചെരുപ്പിട്ട് അടിച്ചിരുന്നായിരുന്നു, താഴെ ഇടും. നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ എത്തും. അങ്ങനെ നമ്മൾ അതാദ്യം സക്സസ്ഫുള്ളി കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് ആ വെള്ള ഇതില്ലടാ, വെള്ള ലൈറ്റും ഡിം ലൈറ്റും അവിടെ ഇടാം. ഒന്നിലെല്ലാം കൂടെ കത്തിപ്പോവും, അല്ലെങ്കിൽ പിന്നെ പേടിക്കണ എന്തിന്, 2 എഞ്ചിനീയർ ഇരിക്കുകയല്ലേ. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ആണ്. അതായത് നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യണം. അതാണ് പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റിയാണ് നമുക്കുള്ളത്. സപ്ലൈ ഒന്ന് എഴുതി എടുക്കണോ? 2-3 ഉള്ളു, അതൊക്കെ എഴുതി എടുക്കാം. സിമ്പിൾ, നിസാരം. കൂടെ ഉള്ള ആരെങ്കിലും കാണുന്നുണ്ടോ? കണ്ടാ ക്ഷമിച്ചേക്കുക. ഇപ്പൊ നമ്മള് ഈ ലൈറ്റ് ഇത്ര ഇങ്ങനെ നൂത്തെടുക്കാൻ വേണ്ടി, ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ലൈറ്റ് ആണ്. അത് കത്തണോ നോക്കി, നമ്മള് കത്തണോ നോക്കി നോക്കണം. വേണ്ട വേണ്ട, പേടിക്കണം. കത്തും. നമ്മള് ശുഭാപ്തി വിശ്വാസം വിശ്വസിക്കണം. നമ്മളെ കുഞ്ഞോണ്ണന്റെ ലൈറ്റ് ആണത്. കുഞ്ഞോണ്ണ ഉണ്ടാക്കിയത് കത്തും. ഈ ലൈറ്റിന് 300 രൂപയുള്ളൂ ആണ്. ഞാൻ ഈ ലൈറ്റ് കാണിച്ചുതരാം. ഈ ഉണ്ട ഇത് കണ്ടിട്ടാണ് വാങ്ങിച്ചത്. പൊള്ളായിരിക്കും, എന്തോ അറിയത്തില്ല. പൊള്ളായിരിക്കും. അത് ഫോക്കസ് ആയില്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞു. അല്ലേ, ഒരു പ്രാവശ്യം അഭിനന്ദന്റെ വീട്ടിൽ പോയപ്പോ അഭിനന്ദാണെങ്കിൽ മൈക്കിന്റെ വയറിനെ നൂത്തെടുക്കാൻ പഠിച്ച് എല്ലാം അവിടെ ചുരുട്ടി കുട്ടി ചെയ്യും. അതങ്ങനെയാണ്. ചില സമയത്ത് നമ്മൾ ഹെഡ്സെറ്റിന്റെ ഇതൊക്കെ തൂക്കത്തില്ലല്ലോ. എടാ, ഞാൻ വേറെ ഐഡിയ പറയട്ടാടാ. ഈ ചല്ലിയുടെ അടി കൂടെ വയർ ഇട്ടിട്ടെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ തള്ളി എങ്ങനെ ഉണ്ടാവും? കൊള്ളാം. പിന്നെ മേലെ ഐഡിയ പറഞ്ഞല്ലോ. അത് അടിപൊളിയായിരിക്കും. ചാരിങ് ചവിട്ടി അത് പോകത്തില്ലേ? നീ ഒന്ന് ഇങ്ങോട്ട് വരൂ, എനിക്കൊരു കൈതാ. ഓക്കെ ഗൈസ്, നമ്മുടെ ശ്രീജുവിന്റെ ചേച്ചി എത്തിയിരിക്കുകയാണ്. അങ്ങനെ കെട്ടി തന്നെ കറങ്ങിട്ടോ ഓടിക്കളെ. അടുത്ത് നമുക്ക് പണിയെടുക്കാൻ വേണ്ടി ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. ആലോചിക്കുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നത്, എന്തൊക്കെ കണ്ണന്തിരി കാണിക്കുന്നുണ്ട്. ഒരു പണിയും ഇല്ല മെനക്കെടുത്താനായിട്ട്. ഗൈസ്, ഈ LED നമ്മൾ കുരുക്ക് കഴിച്ചെടുത്ത് ഇനി നമ്മൾ അതിലോട്ട് ഇടാൻ പോവുകയാണ്. ഫൈനലി നമ്മൾ കുരുക്കെല്ലാം മാറ്റി കണക്ഷൻ എല്ലാം കൊടുത്ത് വാരി പറക്കി ഇടുവാണ്, മനസ്സിലായോ? അടുത്തടുത്ത്. ഓഹോ ഗൈസ്, നമ്മുടെ അടുത്ത മിഷൻ എന്ന് പറയുന്നത് ഈ ലൈറ്റുകളൊക്കെ ഈ മരത്തിന്റെ മുകളിൽ കൊണ്ടിടണയാണ്. മറ്റേ സിനിമയിലത്തെ മതാം അത് ഏത് സിനിമയായിരുന്നു? ആശുപത്രി അല്ലെ, നീ ഇതല്ലേ ഞാൻ ഇങ്ങനെ എടുത്ത് എറിയും. ഓ, ആ മുകളിലുള്ള ടോപ്പ് കണ്ടോ, ആ മരത്തിന്റെ ടോപ്പ്, അതിലാണ് ഞാൻ എടുത്ത് എറിയാൻ പോണ. ഓക്കെ മുകളിലുള്ള ടോപ്പ് ഇട്. നൈസായിട്ട് മൂഞ്ചി അപ്പുറത്തൂടെ. ചേച്ചി കുറച്ച് നേരം വെച്ചേക്ക്. ചേച്ചിക്ക് മൈക്ക് വയ്ക്കാൻ വേണ്ടി വ്ളോഗിലേക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചേച്ചി ഇങ്ങനെ എന്താ പറയാ, ഒന്നും പറയാ. ആനന്ദിന്റെ എത്ര സബ്സ്ക്രൈബേഴ്സ് ആനന്ദ്? എനിക്ക് 300. അത് പറഞ്ഞൂടാ, നീ ഫേക്ക്. 384 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഫേക്ക്. ഓക്കേ ചേച്ചി, ഞാൻ യൂട്യൂബിൽ 1 മില്യൺ അടിക്കുമല്ലേ ചേച്ചി? പറയും അടി 2x അല്ല, മാറ്റി കുറച്ച് സുഖോട്ടാക്കി. ചേച്ചി പറയും ഞാൻ യൂട്യൂബിൽ 1 മില്യൺ അടിക്കുമല്ലേ? ഓടിക്കളഞ്ഞു. സെൽഫി ഓണാക്കളെ. കുറെ ആൾക്കാർക്ക് ഇതേപോലെ ക്യാമറയിൽ വരാനൊക്കെ ഷൈ ഉണ്ടാവും. അത് നമ്മൾ മാനിക്കുന്നു. അത് മാനിച്ചുകൊണ്ട് നമ്മൾ ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ ഇതിലൊന്ന് കട്ട് ചെയ്ത് കളയാൻ തീരുമാനിച്ചു. ക്യാമറ ഓൺ ആക്കിയപ്പോ പിന്നെ നല്ല സംസാരിക്കും. നമ്മൾ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ നല്ല ആൾക്കാരാവും. അതായത് നമ്മളിങ്ങനെ കവിത പോലെ സംസാരിക്കും. നമ്മൾ സുകൃതി സാർ പഠിപ്പിച്ചിട്ടുള്ള മലയാളമൊക്കെ ഇങ്ങനെ എൻ്റെ വായിൽ നിന്ന് അറിയാതെ ഇങ്ങനെ പുറത്തു വരും. അങ്ങേര് നിന്നെ കുറിച്ച് ആലോചിക്കൂല, മനസ്സിലായ? ഇങ്ങനെ ഒരു പയ്യുള്ളത് ആലോചിക്കൂല. എന്നെയും കുറിച്ച് ആലോചിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കൂടാ,
പുള്ളിക്ക് എന്നെ വിഷമായി കാണും. ഇവനെയൊക്കെ എന്തിനു പഠിപ്പിച്ചെന്നായിരിക്കുന്നതാണ് പുള്ളിക്ക്. ഈ സുഹൃത്തി സാർ നമ്മളെ മലയാളം പഠിപ്പിച്ചിട്ടുള്ളൊരു സാറാണ്. അതുകൊണ്ട് നമുക്ക് മലയാളത്തിന് A+ ഉണ്ട്. യെസ്, ഇവന് മലയാളത്തിൽ A+ ഉണ്ട് ഗൈസ്. ശരിക്കും മലയാളത്തിൽ A+ ഇല്ല. ഇല്ലേ? അതങ്ങനെയാണ് ഗൈസ്, നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ഒരു കാര്യം അപ്പൊ അതിനേക്കാളും കഴിവില്ലാത്തതല്ല ഇതിന് പറ്റിയൊരു മറുപടി ഞാൻ പറയട്ടെ. നമ്മൾ പണ്ട് ഷാജിണ്ണൻ്റെ എഡ്യൂക്കേഷന് വരുന്നു. അപ്പോൾ ഷാജി എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അതിപ്പോൾ എൻ്റെ മനസ്സിൽ അറിയാതെ വന്നു. അതായത് ഒരു പേപ്പർ ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സാറുമാരോ ഒന്നും അത്യാവശ്യം നല്ല പേപ്പറാണെങ്കിൽ അടുത്ത പ്രാവശ്യം കൂടെ എഴുതട്ട് നമുക്ക് ഒരിക്കലും വായിച്ചൊക്കെ നോക്കാം എന്ന് തോന്നും. പക്ഷേ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് എഴുതണമെങ്കിൽ ഇവന് എഴുതട്ടെ, ഇവന് പരീക്ഷ എഴുതട്ടെന്ന് വിചാരിച്ച് പാസ്സാക്കി വിടും. അങ്ങനെയുള്ള സാറുമാരുടെ രോദനമാണ് ഗൈസ് അവൻ പാസ്സാവാൻ കാരണം, അല്ല A+ ഇട്ടാൻ കാരണം. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീനുണ്ണൻ്റെ വീട്ടിലെ പ്രാവുകളുടെ വിഷ്വൽസ് ആണ്. ശ്രീനുണ്ണ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടിയിൽ വന്ന് കമൻ്റ് ഇടുക, ഇതെൻ്റെ പ്രാവാണെന്നെങ്കിലും ഇടുക. ഫൈനലി നമ്മളിപ്പോൾ ലൈറ്റൊക്കെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നൈറ്റ് അതിൻ്റെ വിഷ്വൽസ് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കാണിച്ചു തരാം. അത് നമ്മൾ എന്തായാലും ഇൻ്റർവ്യൂവിൽ ആഡ് ചെയ്യും. പുൽക്കൂട് വാങ്ങാൻ പോയി, പുൽക്കൂട് കിട്ടില്ല, ചിലവ് 3000. അടുത്ത് പിന്നെ ക്രിസ്മസ് വാങ്ങാൻ പോയി, ഒരു കൊമ്പ് വെട്ടി വെച്ച് ചിലവ് 3000. ഇതാരെന്നറിയാമോ? ഇതാണ് യോസേപ്പ്. അതിന്റെ തോളിൽ ആടല്ലേടാ ആള് മാറിപ്പോയി. ഇപ്പൊ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് യോസേപ്പ്. ഇത് ഉണ്ണീഷിനെ കാണിക്കല്ലേ, പുള്ളി ഇതുവരെ പറ്റിയിട്ടില്ല. പുള്ളിയെ ഇതുവരെ പറ്റിയിട്ടില്ല. അതെ ഗൈസ്, നമ്മുടെ ഉണ്ണീഷ് ഇതുവരെ ജനിച്ചിട്ടില്ല. നമ്മൾ സത്യക്രിസ്ത്യാനികൾ അങ്ങനെയാണ്, മനസ്സിലായോ? സത്യക്രിസ്ത്യാനികൾ ക്രിസ്മസിന്റെ അന്നേ വെക്കാറുള്ളൂ. നിന്നെ പോലത്തെ കള്ള ക്രിസ്ത്യാനികൾ ചിലപ്പോൾ അതിന്റെ മുമ്പേക്ക് വയ്ക്കും. ഉണ്ണീഷിനെ അങ്ങോട്ട് ഒളിപ്പിച്ചു. പുൽക്കൂടുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ശ്രീജു എല്ലാവരും പരിചയപ്പെടുത്തരും. ശ്രീജു പറയലയാ. ഇതാണ് സെക്കൻഡ് ടേക്കാണ്. ഇതാണ് നമ്മളെ യോസേപ്പ്. പുള്ളിയാണ് നമ്മളെ ഉണ്ണീഷിന്റെ ഫാദർ. ഇത് ആട്ടിടയൻ അറിയാലോ, ആടൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കണം പോയി. ഇത് നമ്മളെ രാജാവ്. രാജാവിന്റെ മറ്റേ ഇത് വലിക്കണം. അല്ലല്ലേ, അത് രാജാവ് മുട്ടുകുത്തി ചെയ്യണം. ഓ സോറി, പറഞ്ഞിട്ട് ഓക്കെ സ്കിപ്പ്. നമ്മള് രാജാവിനെ തെറ്റിദ്ധരിച്ച്. എടാ പക്ഷെ പണ്ട് കാലങ്ങളുണ്ടല്ലോ, മറ്റേ അറേബ്യൻ കൺട്രീസിന് മറ്റേ സാധനം വലിക്കുമായിരുന്നു, മറ്റേ കുപ്പിക്കകത്തൊക്കെ ഇട്ടിട്ട്. ആ സാധനം അതാണിത്. നോക്ക്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, അല്ല നീ ഉദ്ദേശിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് ഉണ്ണീസിക്ക് എന്തോ കാണിക്കുക എന്തോ കൊണ്ടുവന്നിട്ട് മുട്ടുകുത്തി എന്താ പുള്ളി വലിച്ചോണ്ടിരിക്കുകയാണ്, നീ ചുമ്മാ. ഇനി ആരെ പരിചയപ്പെടണം? ഇതും ഒരു രാജാവാണ്. കൃഷ്ണന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു രാജാവുണ്ട്, പുള്ളിക്ക് നീല കളറാണ്. പിന്നെ ഇത് നമ്മളെ ഒട്ടകപ്പയ്യൻ. എനിക്ക് തോന്നണേ നമ്മുടെ യേശുക്രിസ്തു ജനിച്ചപ്പോഴത്തേക്കും കൃഷ്ണൻ കാണാൻ വന്നതാണ്. ചിലപ്പോൾ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. പുള്ളി അവിടെ നിന്നോട്ട് ഒന്ന് കാണാൻ പറ്റുന്നത്. എല്ലാരും ഒന്നല്ലേ, നമുക്കല്ലേ ജാതി മതം, ജാതി മതം ഉണ്ടല്ലോ. ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഒട്ടകം. ഒട്ടകങ്ങളൊക്കെ മരുഭൂമിയിലെന്ന് ഈ മഞ്ഞുള്ള സ്ഥലത്തോട്ട് വന്നു. മരുഭൂമിയിലാണ് മൊണ്ണേ ഉള്ളത്. മരുഭൂമിയിലല്ലേ? മരുഭൂമിയിലാണുള്ളത്. ക്രിസ്ത്യാനിയാക്കി അല്ലെ മഞ്ഞുള്ള സ്ഥലത്താ രാജജി മഞ്ഞ് പെയ്യും. മഞ്ഞല്ല, മരുഭൂമിയിലാണ്. ചെമ്മരിയാട് അവിടെ മഞ്ഞിലല്ലോ. ആട് അവിടെയുണ്ട്. ചെമ്മരിയാടല്ല, ചെമ്മരിയാടാണ്. എന്തോ ആട് അവിടെയുണ്ട്. മറ്റേ ആട് ജീവിതം നീ കണ്ടിട്ടില്ല? നമ്മളായിട്ട് അതുകൊണ്ട് ചുമ്മാ മഞ്ഞ് വിലയൊക്കെ ഉണ്ടാക്കി വെക്കണം. നമ്മളൊരു ഇഷ്ടം, അതുകൊണ്ട് മാത്രം. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി ഗൈസ്. മഞ്ഞ് മലയൊക്കെ കണ്ടിട്ട് അടുത്ത് മെയിൻ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോയത്. ഇതാണ് നമ്മളെ മാലാക്ക. പുള്ളിക്കാരി എപ്പോഴും എയറിലാണ് ഫുൾ ടൈം, താഴോട്ട് ഇറങ്ങൂല. മെയിൻ അതിനായിട്ടിടയും പുള്ളിയുടെ കണ്ട കഴുത്തിൽ ആടൊക്കെ ഇരിക്കണണ്ട. പിന്നെ നമ്മൾ യോസേപ്പ് എന്ന് തെറ്റിദ്ധരിച്ച പയ്യൻ എന്തായിരിക്കുന്നു, പുള്ളിയുടെ ഒരു ആടുണ്ട്. അതല്ലേ നീ യോസേപ്പ് തെറ്റിദ്ധരിച്ച്? നീ ഇയാളെയാണ് യോസേപ്പ് തെറ്റിദ്ധരിച്ച്? അതാണ്, പുള്ളിയാണ് ഞാൻ യോസേപ്പ് എന്ന് തെറ്റിദ്ധരിച്ച്. ആ മുട്ടത്തല കണ്ടപ്പോ എനിക്കൊരു ഇത് തോന്നി. പണ്ട് ഞാനും ഈ സ്വരൂപം എടുത്ത് യോസേപ്പ് ഇതാവെന്ന് പറഞ്ഞേക്കും, ആരെങ്കിലും ഒക്കെ എടുത്ത് മാറ്റി വയ്ക്കും. പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുക്കൂലേ. നമ്മളിപ്പോ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു, പിന്നെ സോൾവ് ആക്കിയിട്ട്. പക്ഷെ ചെറിയൊരു ചായയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അത് ഉണ്ടാക്കിയ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് സ്വരൂപം ഉണ്ടാക്കിയത്. ഇത് ആ
പുൽക്കൂടിലിടാൻ വേണ്ടിയിട്ടുള്ള സീരീസ് ഇട്ടാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി ചെക്കിങ്. കാണിച്ചു തരാം. പുള്ളി ഒരു ക്യാമിയോ റോളിന് വേണ്ടി ഇങ്ങോട്ട് കയറിയാണ്. മാലഹയ്ക്ക് പകരം ഇപ്രാവശ്യം പുള്ളിയാണ് തൂക്കിയിടാൻ പോകുന്നത്. ഇത് പിന്നെ നമ്മളെ ഉണ്ണീശ്വന് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന പോർഷൻ 11. അങ്ങനെയല്ല ഇങ്ങനെയാണ് കാണിച്ചുതരാം. ഓഫ് റോഡൊക്കെ കഴിയും കേട്ടോ ചെറുതായിട്ടൊക്കെ. കാർ കളക്ഷൻ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ വേണ്ട പിന്നെ വേറെ ദിവസം കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കടാ. നമുക്ക് പുൽക്കൂടിൽ ഇതെല്ലാം അങ്ങ് നിരത്തി വെച്ചാൽ എന്താണ് അഭിപ്രായം? എന്താണ്? അടിപൊളിയായിരിക്കും. ഉണ്ണീശോ ഈ ഒരു കാലഘട്ടത്തിലാണ് ജനിച്ചിരുന്നെങ്കിൽ ആ സമയത്തുള്ള രാജാക്കന്മാർ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അതേപോലത്തെ ഈ പോർഷെ കൊടുക്കായിരുന്നില്ല ഇപ്പൊ അല്ലേ? നമ്മളെ ലംബോർഗിനി ഒക്കെ തുറക്കും. പിന്നെ ഇത് വിന്റേജ് മോഡൽ ഏതോ കാർ. പിന്നെ ഇത് നമ്മളെ ചാർജർ ഡോജ്. പിന്നെ നമ്മളെ എന്റെ ഫസ്റ്റ് കാർ പയ്യൻ ആരോ ആണ്, മെക്ലയറിനാണ്. മെക്ലയറിന്റെ ലുക്കൊക്കെ കൊണ്ട്. പിന്നെ ഇത് നമ്മളെ പോലീസ് കാർ പ്രീമിയം. ഇപ്പം കുറച്ച് അത്യാവശ്യം പൈസ മുടക്കി 100 രൂപയ്ക്ക് വാങ്ങിച്ച്. ആലോചിച്ച് നോക്കും നമ്മളെ രാജാക്കന്മാർ ഇങ്ങനെ പുൽക്കോട്ടിലോട്ട് വരുമ്പോ ഇതിങ്ങനെ ഫ്രണ്ടിൽ കിടക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. എന്റെയിലും കുറെ കാറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാ ചേച്ചിയുടെ വാവ വന്നപ്പോഴത്തേക്കും എല്ലാം എടുത്തോണ്ട് പോയി. എന്റേതും അങ്ങനെയാണ്. 6-7 കാറ് അല്ലാതെ ഉണ്ടാകുന്ന എല്ലാം പോയി. എല്ലാം പിള്ളേർക്കൊക്കെ കൊടുത്ത് എന്ത് ചെയ്യാൻ? വീട്ടിൽ വരെ അമ്മ എടുത്തങ്ങ് കൊടുക്കും. നമ്മളൊക്കെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ചു വെക്കണേ. വലിയ ചെറുക്കനെ പ്രായമായി 10-21 വയസ്സായി. ലീഗലി പെണ്ണായിട്ടാണ് സമയമായി. നിനക്കതും ആയില്ല. എനിക്ക് 2 മാസം കൂടെ കഴിയുമോ? പെണ്ണില്ലല്ലോ. അതൊക്കെ സെറ്റ് ആവില്ല. ഇല്ല, അതുകൊണ്ടല്ലേ കോൺഫിഡൻസോടെ പറഞ്ഞു. നമ്മളിനി സീരിയസ് ആയിട്ട് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോയാണ്. ഫൈനലി പുൽക്കൂടൊക്കെ റെഡി ആയിരിക്കുകയാണ്. കേട്ടോ ഗൈസ്, നെക്സ്റ്റ് മിഷൻ സ്റ്റാർ എടുക്കാം. ഗൈസ്, താഴെ നിന്ന് സ്റ്റാർ ഇടുന്ന ശ്രീജു, മുകളിൽ നിന്ന് അതൊക്കെ നോക്കുന്ന ശ്രീജുവിൻ്റെ സ്വന്തം ടോമി. ഇടയ്ക്ക് എല്ലാവരും പണിയെടുക്കണമെന്ന് അറിയാൻ വേണ്ടി ചെറുക്കാൻ നോക്കുന്നുണ്ട്. ടോമി, ഹലോ. അങ്ങനെ എൻ്റെ ചുറ്റുമുള്ള കത്തല്ല അടിച്ചു പോയെന്നോട്. ചേച്ചി ഒരു പണിയെടുക്കാതെ ഇവിടെ മറ്റേ നമ്മളാണെല്ലാം ചെയ്ത്, ഞാനും കൂടെ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന്? എന്താണ് ഉത്തരവാദിത്വം? ഇല്ല, നമുക്ക് മാത്രമുണ്ട് ഉത്തരവാദിത്വം. ഗൈസ്, ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും നമ്മളെ കയ്യിൽ ഒരു ഫോൾഡർ ഇല്ല. അതായത് ഒരു ഫോൾഡറിലുണ്ടെങ്കിൽ ലൈറ്റും സീരീസും കിട്ടി കൊണ്ട് ഒരുമിച്ചിടാൻ പറ്റും. അപ്പൊ നമ്മളെ ആ ഫോൾഡർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് പോയി വാങ്ങിച്ചിട്ട് വരാൻ പോവുകയാണ്. അല്ലേ, പോവാം. 2 സൈഡും മറ്റേ ഇതൊക്കെ വെച്ച് എല്ലാം വരച്ച് എലക്ഷൻ വൈബ്. അല്ലെ, അങ്ങനെ ഫസ്റ്റത്തെ കടയിൽ കയറി ഫോൾഡർ ഇല്ല, ചെലവ് 30. അത് തന്നെ. ഇതെല്ലാം കണക്കും അമ്മയടുത്ത് പറയാനുള്ളതാണ്. ആന്റി മറ്റേ പ്ലഗ് കൂടെ ഒക്കെ വെക്കാൻ പറ്റിയ ഹോൾഡർ ഉണ്ടോ? അതെ, പിന്നെ കൊള്ളേ. ഇതല്ല, ഇതിന്റെ അവിടെ മറ്റേ നമ്മള് ഇറക്കിയിടാൻ പറ്റുന്ന ടൈപ്പാണ്. ലൈറ്റ് വാങ്ങാൻ വന്നാന്ന് വിചാരിച്ച് നമുക്കൊന്ന് പള്ളിയിൽ കൂടെ കയറിയിട്ട് പോവാന്ന്. ഇതാണ് കേസ് നമ്മുടെ മുകളിലുള്ള പള്ളി. കേസ് ഇവിടെ സ്റ്റാറിന്റെ പണിയെ നടക്കുന്നുണ്ട്. പുതിയ അപ്ഡേഷൻ ഇവിടെ ലാസൊക്കെ ഇടാൻ പോകുന്നുണ്ട്. നമ്മളും KCM-ലെ യുവാക്കളാണ്. നമ്മളാണ് ഇതിന്റെ പണിയൊക്കെ ചെയ്യേണ്ടത്. നമ്മളും ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മള് കുറെ കാലം മുന്നേക്ക് ചെയ്യായിരുന്നു. ഇടയ്ക്ക് എപ്പോഴൊക്കെ നീ ഞാൻ വന്നിട്ടില്ല. ശ്രീജു ഇടയ്ക്ക് എപ്പോഴൊക്കെ വരുമായിരുന്നു. നമ്മള് വരും. നമ്മളിനി സജീവമാവും. ഈ KCM-ഉള്ള ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളതിന് സജീവമാവും. KCM-ലൊക്കെ സെറ്റാവും. എന്റെ അപ്പനൊക്കെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും, നീ പള്ളിയിലൊക്കെ പോണം, KCM-ലൊക്കെ സജീവമാവണം എന്നൊക്കെ. പക്ഷേ നമ്മളൊന്നും കേൾക്കാറില്ല. അഭിനന്ദിന്റെ അമ്മ ഇതാണ് കേസ്. അഭിനന്ദിന്റെ അമ്മ ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. അപ്പോ എല്ലാരും വോട്ടൊക്കെ കൊടുത്ത് വിജയിപ്പിക്കണം അഭിനന്ദിന്റെ അമ്മയെ. സെറ്റാക്കണം. ഇതാണ് കേസ് നമ്മുടെ വീട്ടിലോട്ടൊക്കെ പോണ വഴി. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കണത് മുള്ളിക്കാടെന്ന ഒരു ഗ്രാമപ്രദേശത്തൂടെയാണ്. ആദ്യമായിട്ടാണ്
അല്ലെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നമ്മുടെ നാടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് പോണ വഴിയൊന്നും. നമ്മളെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ഇപ്പുറത്തുള്ളവരെ അതറിയാമോ? അത് ശരിയാണ് ഗൈസ്. അങ്ങ് വിദൂരതയിൽ അമ്പിളിയമ്മാവൻ തെളിഞ്ഞു വന്ന് തുടങ്ങി. നമ്മൾ പോയിട്ട് വന്നതിന്റെ ഇടയ്ക്ക് രാഗി ചേച്ചി ഇവിടെ ഇതൊക്കെ സെറ്റാക്കി, ക്രിസ്മസ് ട്രീ. കുറച്ചൊക്കെ പണിയെടുത്ത് പാവം ചേച്ചി പണിയെടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടാവും. ഗൈസ് അടുത്ത് ബ്ലോഗറിന്റെ ഒരു വീഡിയോ എടുക്കണ്ട ക്രിസ്മസ് സ്പെഷ്യൽ. ഇല്ല നമ്മളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വാങ്ങിച്ചു നമ്മൾ. വിടുന്നു ആര്? ഓ മൈ ഗോഡ്, പുള്ളി അറ്റത്തിരിക്കുകയായിരുന്നു. ഞാൻ അപ്പോഴൊരു ഡൗട്ട് പറഞ്ഞായിരുന്നു പുള്ളി വീഴുമോ എന്ന് തോന്നുന്നു. തൽക്കാലം പുള്ളി ഇങ്ങനെ ഇരിക്കണം, പൊട്ടിക്കാം. ആലോചിച്ച് നോക്കി കളിയാ, മറ്റേ ബാൻഡൊക്കെ അടിച്ച് അതിന്റെ മറ്റേ ഫ്രീക്വൻസി ഒക്കെ സെയിം ആയിട്ട് വരുമ്പോഴത്തേക്കും അത്രയ്ക്ക് വലിയ ദുരന്തം ആലോചിക്കില്ലേ. പുള്ളി ഇത് ഒട്ടകത്തിൽ ചാരി ഇരിക്കട്ടെ. അമ്മ നോക്ക്, ഈ ഉണ്ടയ്ക്ക് ഒരെണ്ണത്തിന് 8, മണിക്ക് ഒരെണ്ണത്തിന് 8, പിന്നെ ഈ കൊച്ചു ക്രിസ്മസ് സാറിന് 10. ഈ കിടക്കണ സാധനം മാത്രം വാങ്ങിച്ചതിന് 190 രൂപ, 230 നമ്മൾ അവിടത്തേത്. പക്ഷെ കൊള്ളാം, ഇത് നിങ്ങൾ ഇവിടെ ചെയ്യണം. അമ്മയ്ക്ക് നമ്മളവിടെ ഇട്ട് കാണിച്ചിരുന്നില്ലല്ലോ. ശ്രീജു, നമുക്ക് ഇതിന് എത്ര റേറ്റിംഗ് കൊടുക്കാം? ഈ ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിന് 10ന് 10, 10ൽ 10 നമുക്ക് കൊടുക്കാം. ഗൈസ്, അപ്പോൾ കനാലിലെന്ന് വെച്ചാൽ ഈ ലൈറ്റിന് നമ്മൾ 10ന് 10 കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും പണിയെടുത്തെന്ന് കാണിക്കാൻ വേണ്ടി ആനന്ദ് ആ വോയിസ് നമ്മൾ കട്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആകും. കട്ട് ചെയ്ത് കളഞ്ഞതിനെ കൊല്ലും. പക്ഷെ ഇത് നമ്മൾ ഇപ്പോഴും പറയാണ്, അടിപൊളിയാണ്. ഇത് നമുക്കൊരു വിജയമാണ്, മനസ്സിലായി? നമ്മളൊരു വിജയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 230 രൂപയ്ക്ക് ഈ സാധനം വർത്താണ്. ക്ലോസ് കാണിച്ചത്. ആനന്ദ് എന്താണ് പറയാനുള്ളത്? നമ്മള് വാങ്ങിച്ചതിൽ വെച്ചിട്ട് ഇംപ്രസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഈ ലൈറ്റാണ്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കനാലിന്റെ മുതലാളിക്കാണ്. അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്തിരിക്കുക. അതാണ് ഗൈസ്. ഇത് 2-3 വർഷം മുന്നേ അവിടെ നോക്കി വാങ്ങിച്ചാണ്. ഇതുണ്ടോ ഗൈസ്, 1 മീറ്റർ. എത്ര മീറ്റർ എന്നും പറഞ്ഞ് വാങ്ങിച്ചാണ്, പക്ഷെ 1 മീറ്റർ കിട്ടാണ്. പക്ഷേ ബൾബിന്റെ എണ്ണം കുറവാണ്. ദാറ്റ്സ് എ ട്രാപ്പ്, ആരും കുടുങ്ങാതിരിക്കുക. ഇനി നമ്മളെ ശ്രീജിന്റെ സ്റ്റാറിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. 5 വർഷം പഴക്കമുള്ള സ്റ്റാറാണ് ഗൈസ്. പക്ഷെ ഇപ്രാവശ്യം ഒരു ചെറിയൊരു ഘട്ടം പറ്റിപ്പോയി, പുറത്തുള്ള ലൈറ്റുകൾ കത്തണില്ല. 5 വർഷത്തിന് ഇതൊക്കെ വലിയൊരു കാര്യമാണ്. അടുത്ത് നമ്മൾ നേരെ പുൽക്കൂടിന്റെ അടുത്തോട്ടാണ് പോണത്. പിന്നെ ഇനി ഇവിടെ ഒരു ലൈറ്റ് കൂടെ ഇടാനുണ്ട്. ശ്രീജു സെറ്റ് ചെയ്താല ഒരു ട്രാജഡി പറ്റിയ ചെറുക്കനെ നമ്മൾ പിടിച്ച് നേരെ നിർത്തിയിട്ടുണ്ട്. ഒട്ടിക്കും കുറച്ച് കഴിയുമ്പോൾ. ഈ ലൈറ്റ് നീ എവിടെ നിന്ന് വാങ്ങിച്ചാ? ഈ ലൈറ്റ് അമ്മയുടെ ബാങ്കിൽ ഉള്ള ഒരു സ്റ്റോറിൽ. എത്ര സ്റ്റാർ കൊടുക്കാം നമുക്ക്? അല്ല, എത്ര റേറ്റിംഗ് കൊടുക്കാം 10ന്? അമ്മയുടെ ബാങ്കിലുള്ളതായതുകൊണ്ട് ഞാൻ ഒന്നും പറയാനില്ല. അപ്പോൾ അതിന് റേറ്റിംഗ് കട്ട്. കുഴപ്പമില്ല, ഇതിന്റെ പുറത്തോട്ട് എടുത്താൽ കിട്ടൂടാ. മറ്റേ പാട്ട് എടുക്കാം. ഗൈസ്, ഇത് ശ്രീജു അവന്റെ ചേച്ചിക്ക് വേണ്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. വഴിയേറ്റിക്കാൻ വേണ്ടി. ഇതെന്താണെന്ന് പറഞ്ഞോട് ചേച്ചി, പറഞ്ഞോട്. ഇതാണ് ഓറഞ്ച് ടീ, ചേച്ചിയുടെ സ്പെഷ്യൽ. ഇപ്രാവശ്യം നമ്മള് ബാറ്റ്മാനെയും കൂടെ തൂക്കിയിടാൻ പോവുകയാണ്. ബാറ്റ്മാനെ വെച്ച് ഗൈസ്. ബാക്കി ഇതേപോലത്തെ ഈ ചുവപ്പ് സാധനം, പിന്നെ അങ്ങനെയുള്ള ഇത്, പിന്നെ ഈ ക്രിസ്മസ് ഫാദർ ചെറിയ മിനിയേച്ചറും കാണിച്ചുതരാം. ഈ സാധനം ഇതൊക്കെയാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചത്. ഫസ്റ്റ് റേറ്റിംഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പിന്നെ വേണ്ടെന്ന് വെച്ച്. എന്തായാലും കൊള്ളാം, സാധനം കൊള്ളാം. അല്ലെ, ഇത് വാങ്ങിച്ച സ്ഥലം പറയണോടാ? വേണ്ട, ആ ഉമ്പിടി സാധനത്തിന് 8 രൂപ, 10 രൂപ, കുഴപ്പമില്ല, ലാഭമാണ്. നമ്മൾ കുറച്ച് നക്കിയാണ്, പൈസ ഇല്ലാത്ത കാര്യമില്ല. ഗൈസ്, ഫൈനലി നമ്മളിപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് വൈബായിട്ട് ക്ഷീണം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പോകണം, അത് നമ്മൾ അറ്റത്ത് വെക്കാൻ പാടില്ലായിരുന്നു. അത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കാതെ പോയി. അതാണ് ദേവലോകത്തിന് ഇവിടെ കാണാൻ വേണ്ടിയാണ്. എൻ്റെ വീട്ടിൽ പണ്ട് ഇപ്പൊ 2ാം സെറ്റ് സ്വരൂപം തോന്നുന്നു. പണ്ടെല്ലാം ഞാൻ പൊട്ടിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ക്രിസ്മസിന്റെ ആ ടൈമിൽ വീഡിയോസ് ഒക്കെ വരും. ഈ ക്രിസ്മസ് നമ്മൾ പൊളിക്കും കേസ് എന്നാണ് നമ്മളെ പ്രതീക്ഷ. പൊളിക്കേരി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു 10 മിനിറ്റിലെത്തുള്ള അധ്വാനത്തിന്റെ ഫലമാണ്. നമ്മൾ വീണ്ടും വന്ന് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം വീണ്ടും ശ്രീജിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്.
അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്തത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്ന് നേരമൊക്കെ ഇരുട്ടിയതിന് ശേഷമുള്ള പുൽക്കൂടിൻ്റെ വ്യൂ. ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടി വെച്ചിട്ടില്ല, മാറ്റി വെച്ചിരിക്കുകയാണ്. ഉണ്ണിയേശു ഡിസംബർ 25-ാം തീയതിയാണ് ജനിക്കുന്നത്. അപ്പോൾ 25-ാം തീയതി ഈ ഉണ്ണിയേശുവിനെ എടുത്തിട്ട് ഇവിടെ വയ്ക്കും. ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ ഇല്ല വെച്ചില്ല. ഇപ്രാവശ്യം ഒരാളുണ്ട് കണ്ടുകൂടെ? ഓ പുള്ളിയോടത്തെ മീൻ ആളിയ. ഇന്ന് കുറെ പ്രശ്നങ്ങൾ നടന്നു. ഇന്ന് നമ്മള് ജോസഫ് പിതാവിനോരം ആട്ടട്ടനൊക്കെ വെച്ച് കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടായി ഇവിടെ. അതിലൊരു പയ്യന്റെ തലയൊക്കെ പോയി കാണിച്ചില്ല. ഓ എന്തോ കാര്യമൊക്കെ ഉണ്ട്. ആടാ ഗൈസ്, അഭിനന്ദിന് വരാൻ പറ്റാത്ത സാഹചര്യമാണ്. അതായത് അവൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവൻ വീഡിയോ കോൾ വിളിച്ചു. പയ്യപ്പോരും പറഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോ രോമാഞ്ചം പയ്യൻ പറഞ്ഞു. അഭിനന്ദിനെ വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോ കോൾ വിളിച്ച് ഒന്ന് പിരിയേറ്റിട്ടോ വരാന്ന് പറഞ്ഞു. ഈ അസുലഭ നിമിഷത്തിലേക്ക് നമ്മുടെ സ്വന്തം അഭിനന്ദ് അളിയൻ വന്നിരിക്കുകയാണ്. അളിയ വണ്ടി ഇപ്പുറത്തേടാ. ഹായ് ഹായ്. അഭിനന്ദ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കിയാണ്. ആണ് ഗൈസ്, അഭിനന്ദ് ഒന്ന് കൈ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. ഇന്ന് ശ്രീജിന്റെ വീട്ടില് കരോളാണ്. നമ്മളിവിടെ ചില്ലിങ് ആണ്. എന്താണ് ബ്രോ ഇങ്ങനെ വീട്ടിലൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. കാണിച്ചു കൊടുക്കാൻ കിടക്കണണ്ടാ. ഉണ്ണിയേശ്വരൻ നമ്മളിപ്പോ കയ്യിൽ വെച്ചിരിക്കാണ്. ഇങ്ങോട്ട് നോക്കിക്കേ. ഒന്നുമില്ലടെ അത് നോക്കിയ ബാറ്റ്മാൻ കണ്ടിട്ടുണ്ടാ? സൂമിങ് പിന്നെ സൂമിങ് അടുത്തോട്ട് പോടാ ഗടി. ബാറ്റ്മാൻ. അഭിനന്ദിന്റെ വിന്റർ ആർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. വിന്ററൊക്കെ പകുതി ആയതേ ഉള്ളൂ. നവംബർ കഴിയുമ്പോൾ ഡിസംബർ കഴിയണം. നവംബർ ഡിസംബർ സമയങ്ങളിലാണ് വിന്റർ ആർക്ക് നടക്കുന്നത്. അഭിനന്ദേ, നീ വിന്റർ ആർക്കിന്റെ ഇതിൽ എന്തൊക്കെ തീരുമാനമാണ് എടുത്തത്? നോ നെറ്റ് ചലഞ്ച് എടുത്തായിരുന്നു ഞാൻ തീരുമാനിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പക്ഷെ ഞാൻ കഴിഞ്ഞ വിന്റർ ആർക്കിന് ഞാൻ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചലഞ്ച് ചെയ്തു. പക്ഷെ വീഡിയോ ചെയ്തില്ല, അല്ല ചെയ്തു. 68 കിലോ വരെ എത്തി. അപ്പൊ ഞാൻ അത്യാവശ്യം സെറ്റ് ആയിരുന്നു. ഇപ്പൊ വീണ്ടും ഒരു 5-6 കിലോ കൂടി. ഞാൻ പച്ച വെള്ളം കുടിച്ചാൽ കൂടും കേസ്. അതാണ് കേസ്. നമ്മുടെ അഭിനന്ദ അളിയൻ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അതായത് അവന് പിന്നെ വർക്കിന് ഏറെ സമയമായി. അപ്പോ അളിയാ വൈടാ, കാണാം. ശരി, ബൈ. കേട്ടോ. ഹായ്. A few moments later. സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതൻ ബത്ലഹേമിലെ കാലത്തൊഴുത്തിൽ ശിശുവായി കണ്ടതിൽ സന്തോഷം. നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിൽ കരോളൊക്കെ വന്നിട്ട് പോയി. ഇപ്പൊ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തോട്ട് പോകാൻ പോവുകയാണ്. അഭിനന്ദ് ജോലിക്ക് പോയി. അപ്പോൾ എന്തായാലും നമ്മൾ അഭിനന്ദിനെ കുറച്ച് മിസ് ചെയ്യും. ഗൈസ്, നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള മഞ്ഞിന്റെ അവസ്ഥയാണ്. തിരുവനന്തപുരത്ത് അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. നമ്മള് 2 ഒമാനിയൻ ഇതല്ലേ, റൊമാനിയൻ ഷവർമ ഓർഡർ ചെയ്തിരിക്കുന്നു. സാധനം വരട്ടെ ഗൈസ്. ഗൈസ്, നല്ല കേരളീയ തനിമ വിളിച്ചോദനം ഒരു റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. അങ്ങനെ സാധനം വന്നിട്ടുണ്ട്. നമ്മളിതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഫൈനലി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നമ്മളിപ്പോൾ ഹൈവേയുടെ ഇവിടെ വന്നിട്ട് ചുമ്മാ വൈബടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. അളി, നീ ഇതെന്തോ കാണിച്ചു വെച്ചിങ്ങനെ? അളി, ഇത് നോക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ പറയാൻ എളുപ്പമുണ്ടായിരുന്നില്ല. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഇച്ചിരി പാട്.